ഇന്ന് നമുക്ക് ഈ ഒരു കുബൂസിൻ്റെ കമ്പനിയിൽ ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഹൈദർ അലിക്ക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറിയൊരു കുബൂസ് കമ്പനി ഉണ്ട്. അപ്പോൾ അവിടേക്ക് വന്ന് നമ്മൾ അതിൻ്റെ ഒരു പ്രോസസ്സിങ് മൊത്തത്തിൽ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് കാണാം. ഇതിൻ്റെ ഈ കുബൂസിൻ്റെ മാവ്, പിന്നെ അതിലേക്ക് വേണ്ട കൂട്ടുകൾ, ഇൻഗ്രീഡിയൻസ്, അതിൻ്റെയൊക്കെ അളവുകൾ എങ്ങനെയാണ്? അളവുകൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 1 കിലോ മൈദക്ക് നമുക്ക് കണക്കൂട്ടും. 1 കിലോ മൈദക്ക് 45 ഗ്രാം പഞ്ചസാര, പിന്നെ 9 ഗ്രാം ഈസ്റ്റ്, 10 ഗ്രാം ഉപ്പ്, പാകത്തിന് വെള്ളം. വെള്ളത്തിന് കണക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഒഴിക്കലാണ്. കാരണം വെച്ചാൽ ഇന്ന ഇത്ര ലിറ്റർ വെള്ളം അല്ലെങ്കിൽ ഇത്ര ഗ്രാം വെള്ളം അങ്ങനെ കണക്കാക്കലില്ല. അപ്പം അങ്ങനെയാണ്. ഇപ്പോൾ മാവിൻ്റെ ടൈറ്റ് എന്ന് വെച്ചാൽ വളരെ ലൂസാകാൻ പാടില്ല. ഒരു പിന്നെ പൊറോട്ടക്കൊക്കെ കുഴക്കണം അതേ രൂപത്തിൽ തന്നെ ഇതിനും കുഴക്കണം. നമ്മൾ കൈമ ഒട്ടി പിടിക്കാൻ പാടില്ല. കൈമ ഒട്ടി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പരത്താൻ കഴിയില്ല. 1 കിലോ മാവ് ഉണ്ടാക്കി പിന്നെ കുഴച്ച് പത്തിരി പരത്തി കഴിഞ്ഞാൽ നമുക്ക് കുബൂസ് 40 എണ്ണം കിട്ടും. അലിക്ക് എത്ര കാലമായി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്? ഞങ്ങൾക്ക് 1 വർഷമായി. 1 വർഷമായില്ലേ? പ്രവാസിയായിരുന്നല്ലോ? പ്രവാസിയായിരുന്നു 29 വർഷം. നമ്മൾ ഗൾഫിൽ വെച്ചിട്ട്, സൗദിയിൽ വെച്ചിട്ട് എനിക്ക് അലിക്കനെ പരിചയമുണ്ട്. പ്രവാസം നിർത്തി ഇതിങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് കടന്നു. അപ്പോൾ നമുക്കും പ്രചോദനമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ അലിക്കൻ്റെ പാർട്ണർ. പേരെന്തായിരുന്നു? ജുനൈദ്. ജുനൈദിൻ്റെ വീട് എവിടെ? പാണ്ടിക്കാടല്ലേ? ഇക്കാൻ്റെ കൂടെ തന്നെ തുടങ്ങിയതാണ്. ഇതിപ്പോൾ എത്ര സമയം ആവാനായിട്ട്? ഇതാവാൻ ഏകദേശം 1 മിനിറ്റ് ആകുമ്പോൾ പൊന്തി വരും. ഓക്കെ, എടുക്കും. ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. സംഭവം റെഡി. 1 മിനിറ്റ് മതി. 1 മിനിറ്റ് പോലും വേണ്ട. പൊങ്ങി വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ? ഫ്രഷ് ആയിട്ടായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കുബൂസ് ഇവിടെ റെഡിയാണ്, പാക്കിങ്ങിലാണ്. അപ്പോൾ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലെത്തി. ഇതിങ്ങനെ ഒരു പാക്കിൽ 5 പീസ്.